അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയാണ് PC വിഷ്ണുനാഥ്. വിലക്കയറ്റം മൂലം ജനം പൊറുതിമുട്ടുന്ന അവസ്ഥയാണ്. ഇന്ന് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരുന്നത് വിലക്കയറ്റമാണ്. ഭരണപക്ഷ അംഗങ്ങൾക്ക് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ പരിമിതിയുള്ളതിനാലാണ് ഞങ്ങൾ നൽകിയ നോട്ടീസിൽ ഭരണപക്ഷ അംഗങ്ങൾ കൈയടിച്ചതെന്നാണ് PC വിഷ്ണുനാഥ് പറയുന്നത്. സംസ്ഥാനത്തെ വസ്തുക്കൾക്ക് വിലക്കയറ്റം ഗണ്യമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ മൂന്നാം ദിവസവും അടിയന്തര പ്രമേയത്തിൽ ചർച്ചയാകാൻ പോവുകയാണ്. വിലക്കയറ്റം മൂലം ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. നിയമസഭയിൽ ചർച്ചയിലേക്ക് കടക്കുകയാണ്. പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. പപ്പടവും വെളിച്ചെണ്ണയും തമ്മിലുള്ള സമാഗമം അടുത്തിടെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചുട്ടു തിന്നേണ്ടി വരും. അനന്തമായി നീണ്ടുപോകും. സാർ, ഈ 400 രൂപ, 500 രൂപ, 550 രൂപ എന്ന നിലയിൽ നിൽക്കുകയാണ് വെളിച്ചെണ്ണ. സാർ, ഇവിടെ കേരയ്ക്ക് നമ്മുടെ സപ്ലൈകോയിലുള്ള കേരയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോ 429 രൂപയാണ് സാർ. 429 രൂപയാണ് കേരയ്ക്ക്. ശബരിയുടെ സ്ഥിതി എന്താ സാർ? ഈ ശബരി വെളിച്ചെണ്ണയാണെങ്കിൽ മന്ത്രിക്ക് അറിയാലോ, 50% സബ്സിഡിയും പിന്നെ 50% നോൺ സബ്സിഡിയാണ്. ഏതാണ്ട് 300-320 രൂപയ്ക്കാണ് ശബരി നമ്മൾ സപ്ലൈകോയിൽ കൊടുക്കുന്നത്. 50% സബ്സിഡിയിൽ വാങ്ങാൻ പറ്റത്തില്ല. എന്നാ അറിയോ? 1 ലിറ്റർ എണ്ണയെ കൊടുക്കത്തുള്ളൂ. പാക്കറ്റ് 1 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ 50-ന്റെ ഇല്ല പാക്കറ്റ്. ഈ 329 ശബരി വാങ്ങേണ്ട സ്ഥിതി. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പൊതു മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കേരയ്ക്ക് സപ്ലൈകോയിൽ നിന്ന് പോലും വാങ്ങേണ്ട സ്ഥിതിയാണ് വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത് സാർ. ശബരിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് എത്തിയിരിക്കുന്നത് സാർ. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ഇവിടെ ചെയ്തു. ഈ കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്തേണ്ട സംവിധാനങ്ങളാണ് ഈ സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ. അവർക്ക് ഗവൺമെന്റ് ധനകാര്യമന്ത്രി ഇവിടെ ഇല്ല. ഞാൻ മന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഈ പോയിന്റ് പറയുന്നത് സാർ. ഇവിടെ അവർ ഈ 24-ൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടത് പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് 420 കോടിയാണ്. വകയിരുത്തിയത് 205 കോടിയാണ്. അതിൽ ചെലവഴിച്ചത് 176 കോടിയാണ്. സാർ, എങ്ങനെയാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നത്? ഇത് യഥാർത്ഥത്തിൽ മന്ത്രി അല്ലെങ്കിൽ മന്ത്രിക്ക് വേണ്ടി ആരെങ്കിലും CPIയുടെ MLA-മാർ അവതരിപ്പിക്കേണ്ട ഒരു അടിയന്തര പ്രമേയമാണ് സാർ. ഈ പൊതുവിപണിയിൽ ഓണക്കാലത്ത് പോലും മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ വകുപ്പ് ചോദിച്ചത് 420, വകയിരുത്തിയത് 205, ചിലവഴിച്ചത് 176 കോടി. സാർ, ഇത് എനിക്ക് നിയമസഭയിൽ കിട്ടിയ മറുപടിയാണ്. എനിക്ക് തന്നെ 24/3/2025 ബഹുമാനായ GR അനിൽ അദ്ദേഹം എനിക്ക് നിയമസഭയിൽ തന്ന മറുപടിയിലാണ് ഈ വലിയ വ്യത്യാസമുള്ളത്. വകുപ്പ് ചോദിച്ച തുക, ധനകാര്യ വകുപ്പ് അനുവദിച്ച തുക, ചിലവഴിച്ച തുക. സാർ, ഇതിലുണ്ട് എന്തുകൊണ്ടാണ് ഫലപ്രദമായ വിപണി ഇടപെടൽ ഉണ്ടാകാത്തതെന്നും എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ പരാജയപ്പെടുന്നതെന്നും എന്തുകൊണ്ടാണ് 8 മാസമായി ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നതും ഈ നിയമസഭാ ചോദ്യോത്തരം തന്നെ അതിന് തെളിവാണ് സാർ. സാർ, ഇവിടെ മറ്റൊരു കാര്യം, ശ്രീ K. ബാബു തൃപ്പൂണിത്തുറ MLA-ക്ക് അങ്ങ് 2 ദിവസം മുമ്പ് 16/9/2025 കൊടുത്ത ഒരു മറുപടിയുണ്ട് സാർ. സാർ, എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും ഈ സബ്സിഡി 13 ഐറ്റം ഉണ്ടായിരുന്നു. പൊതുവിപണിയിലെ വില കൂടുന്ന സമയത്തും ഈ സബ്സിഡി ഐറ്റത്തിന് വില കൂട്ടാതെയാണ് നമ്മുടേതായ ഒരു ഇടപെടൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. സാറ്, ഞാൻ ശ്രീ K. ബാബുവിന് അങ്ങ് കൊടുത്ത മറുപടി 2016-ൽ ഈ 13 ഇനങ്ങളുടെ പിന്നെ വിലയും ഇപ്പോഴത്തെ വിലയും അങ്ങ് മിനിഞ്ഞാന്ന് കൊടുത്ത മറുപടിയാണ്. അതിൽ പറയുന്നു, ചെറുപയർ 2016-ൽ 74, ചെറുപയർ ഏത് സപ്ലൈകോയിലെ സബ്സിഡി ഐറ്റമാണ്, ഇപ്പോൾ 90, ഉഴുന്ന് 66, ഇപ്പോൾ 90, കടല 43, ഇപ്പോൾ 65, തുവരപ്പരിപ്പ് 65, ഇപ്പോ 93, മുളക് 75, ഇപ്പോ 110. സപ്ലൈകോയിലെ സബ്സിഡി ഐറ്റത്തിന്റെ കാര്യം
സാർ ഇത് സപ്ലൈകോയിലെ നോൺ സബ്സിഡി ഐറ്റം വേറെ, സപ്ലൈകോയിലെ പുറത്ത് പൊതുവിപണിയിലെ വില വേറെ. ഇത് സപ്ലൈകോയിൽ എല്ലാ കാലത്തും എല്ലാ ഗവൺമെന്റുകളും പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് ഇന്റർവെൻഷനായ 13 സബ്സിഡി ഇനങ്ങളുടെ വില സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സാർ. ജയ അരി അന്ന് 25, ഇന്ന് 33. കുറുവ അരി അന്ന് 25, ഇന്ന് 33. സാറ് വെളിച്ചെണ്ണ 1 ലിറ്റർ അന്ന് സബ്സിഡി എൻ്റെ ബാലലാൽ മിനിസ്റ്റർ നമ്മളെ ദേശാഭിമാനിയിലെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു സാധനമുണ്ട്, സബ്സിഡി കൂട്ടില്ല. നമ്മൾ ഒത്തിരി BJP ഇട്ട് ഓടിച്ചതാണ്. ആ സാധനമാണ്. ആ വില കൂട്ടില്ല, സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഡുണ്ടുണ്ടു എന്ന് പറഞ്ഞ് BJP ഇട്ട് നമ്മൾ ഒത്തിരി ഓടിച്ചതാണ്. വെറുതെ ഓർമ്മിപ്പിക്കരുത്. അപ്പോ ആ സാധനങ്ങൾക്കാണ് ഇപ്പോ ഈ വില വർധന ഉണ്ടായിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പൊതുവിപണിയിലെ കാര്യത്തിലേക്ക് വന്നാൽ പൊതുവിപണിയിൽ ഇതിനേക്കാൾ വലിയ വില വർധനവാണ് പൊതുവിപണിയിൽ. സാർ ഞാൻ മാത്രം പറഞ്ഞതല്ല ഇതിപ്പോ ഒരു പാർട്ടിയുടെ സമ്മേളനത്തിനകത്ത് നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. പത്രങ്ങളിൽ കൂടി വായിക്കാം എന്നുള്ളതല്ലാതെ പാർട്ടി കമ്മിറ്റിയിലൊന്നും നമ്മളില്ല. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ CPI സമ്മേളനങ്ങളിൽ പോലും അവിടെ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. അതായത് 13 അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടില്ലെന്ന സർക്കാർ വാഗ്ദാനം പാഴ്വാക്കായെന്നും വെളിച്ചെണ്ണ വില വർധനവ് നാണക്കേടാണെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. കുറഞ്ഞ വിലയ്ക്ക് പൊതുവിപണിയിൽ കിട്ടും, പിന്നെന്തിനാണ് കേരയുടെ എണ്ണ ഈ കൂടിയ വിലയ്ക്ക് വാങ്ങണമെന്നുള്ള ചോദ്യമടക്കം ഉയർന്നു. ഹോർട്ടികോർപ്പ് എന്തിനാണെന്നും ഹോർട്ടികോർപ്പിൽ പൊതുവിപണിയേക്കാൾ വിലയാണെന്നും പിന്നെങ്ങനെ സ്ഥാപനം രക്ഷപ്പെടുമെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ഇത് CPI സമ്മേളനങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. സാർ ഇവിടെ അത് മാത്രമാണോ? അതുമാത്രമല്ല സാർ ഇവിടെ പിന്നെ സപ്ലൈകോയ്ക്ക് കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക നൽകുന്നില്ല സാർ. അതുകൊണ്ട് അവർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. അതുമൂലം സപ്ലൈകോ വലിയ പ്രതിസന്ധി നേരിടുകയാണ്.